ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്ത് വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സ്വർഗത്തിലെ നല്ല ദൈവം എനിക്ക് അനുവദിച്ചെന്ന മഹാസ്നേഹത്തെ ഓർ ഞാൻ വീണ്ടും ദൈവം നന്ദി പറയുന്നു. ആകയാൽ സകലകലാവല്ലവനും പിതാവിൻ്റെ ശ്രീമന്ത പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലോകത്തെ രണ്ടായി കീറിമുറിച്ച യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രകനായി സാക്ഷിയായി ലോകത്തെ കീഴ്മേൽ മറിച്ച പൗലോസിനെ കുറിച്ചുള്ളതായ കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വീണ്ടും ശൗലിനെക്കുറിച്ച് ചില കാര്യം കൂടി ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസാന്തരത്തിന് ശേഷം പൗലോസ് അനന്യാസിനോടൊപ്പം ദമസ്കോസിൽ ആയിരിക്കുകയാണ്. പ്രത്യേകമായൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ശൗലിൻ്റെ മാനസാന്തരത്തിനുള്ളതായ 3 കാരണങ്ങൾ. 1, ശൗൽ കർത്താവിനെ കണ്ടു. 2, ശൗൽ യേശുവിൻ്റെ ശബ്ദം കേട്ടു. 3, യേശു ക്രിസ്തു അവനെ നിയമിച്ചു. ഈ ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളിലും വളരെ ശക്തിയോടെ വിശ്വസിക്കുകയും അർപ്പണബോധമുള്ളവനായി തീർന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസാന്തരം എന്ന് പറയുന്ന ശക്തി അപാരമാണ്. മാനസാന്തരം എന്ന് പറയാൻ മനം തിരിയുക എന്നുള്ളതാണ്. നാം ഏതിൽ നിന്നാണോ അതെന്നൊരു മാറ്റം. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടി. വാസ്തവത്തിൽ ഇത് പറയുവാൻ യേശുവിനോടൊപ്പം അന്നായിരുന്ന 12 പേരിൽ ആർക്കും പറയാൻ കഴിയാത്തതായ ഒരു സുപ്രധാന തത്വവാക്യമാണ് പൗലോസ് പറഞ്ഞത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. മുമ്പിലുള്ളതെല്ലാം മറന്നിട്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൻ്റെ പരമ വിളിയുടെ ആ ലാക്കിലേക്ക് താൻ ഓടുവാൻ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച ഈ ഒരു മഹൽ വ്യക്തിയെപ്പോലെ ഇനി ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെ ആ വീരനായ ആ പൗലോസ് 3 കാര്യങ്ങളെ തൻ്റെ അപബോധ മനസ്സിൽ സംഗ്രഹിച്ച് വീണ്ടും ക്രിസ്തുവിനായ ഒരു ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുവിനെ തൻ്റെ ദർശനത്തിലൂടെ കണ്ട മാത്രയിൽ, ശബ്ദം കേട്ടതായ ആ സമയത്ത് ലഭിച്ചതായ ബോധ്യം, യഥാർത്ഥ ദൈവത്തെ അവൻ പൂർണ്ണമായി കണ്ട് മാനസാന്തരത്തിലൂടെ മനം തിരിയുമ്പോൾ ലഭിക്കാത്തതായ, കാണാത്തതായ, അറിയാത്തതായ സംഭവങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കും. അതാണ് മനം തിരിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം. മാനസാന്തരം ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കണം, അകമയുള്ളതായ മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പാപിയായ മനുഷ്യൻ പാപത്തിൻ്റെ ചെളിൽ കൊണ്ട് വീണുപോയാൽ കയറുവാൻ കഴിയാതെ ഒരാളുടെ പരസഹായത്തിന് വേണ്ടി കേഴുമ്പോൾ, സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, സൃഷ്ടിച്ചവനായ ദൈവം ഏത് കൊടുംഭാവി ആയിരുന്നാലും അവൻ്റെ നിലവിളി കേൾക്കുന്ന ആ ഒരു രക്ഷകൻ
എപ്പോഴും ഏത് സമയത്തും നിലവിളികൾ കേൾക്കുക മാത്രമല്ല, ആ നിലവിളിക്കുന്നതിൻ്റെ അരികിൽ ഓടി എത്തുക തന്നെ ചെയ്യും. സ്തോത്രം. മനം തിരിയുമ്പോൾ മനസ്സുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ, അപരാധങ്ങൾ, സമൂഹത്തിന് പൊറുക്കുവാനും മറക്കുവാനും കഴിയാത്തതായ ചെയ്തികൾ, സ്തോത്രം, അരുമനാഥനായ ക്രിസ്തുവിനോട് ഏറ്റുപറയുമ്പോൾ വ്യക്തിപരമായി എൻ്റെ ആത്മാവ് കാൽവാറിലേക്ക് ഓടുകയാണ്. ഈ കാൽവാറിലേക്കുള്ള ഓട്ടത്തിൽ, സ്തോത്രം, ഞാനൊരു പുതു മനുഷ്യനായി തീരുകയാണ്. ഈ കാൽവാറിലേക്ക് ഞാൻ ഓടുമ്പോൾ, ഈ കാൽവാറിലേക്ക് ഓടി, സ്തോത്രം, അവിടെ കാൽവാറിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന ചോരയിൽ എൻ്റെ അഹമയുള്ളതായ മനുഷ്യനെ പൂർണ്ണമായി കഴുകി വെടിപ്പാക്കി വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് മാനസാന്തരം. നിമിഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഇതാണ് പൗലോസിനും ഇവിടെ സംഭവിച്ചത്. സ്തോത്രം. ആ ഗതഭാഗ്യനായ മനുഷ്യൻ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ രക്ഷകനായ ക്രിസ്തുവിനെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഒരു വലിയ ബോധ്യം തന്നൊക്കെ ലഭിച്ചതിൻ്റെ ഫലമായി അനന്യാസിനോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ദമസ്കോസിൽ ആയിരിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. 9-ാം അധ്യായം എൻ്റെ 19-ാം വാക്യമാണ്. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറേ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. അതിന് 20-ാം വാക്യമാണ്. യേശു ക്രിസ്തു തന്നെ ദൈവപുത്രൻ എന്ന് അവൻ പള്ളികളിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി. താൻ എവിടെ മുതലാണ് കലക്കമുണ്ടാക്കിയോ, ആ കലക്കമുണ്ടാക്കിയ സ്ഥലത്ത് തന്നെ എവിടെല്ലാമാണ് അവൻ ഉപദ്രവം ഉണ്ടാക്കിയത്, എവിടെല്ലാമാണ് അവൻ ഭീഷണി മുഴക്കിയത്, എവിടെല്ലാമാണ് അവൻ കൊലവിളി ഉയർത്തിയത്, അവിടെ വെച്ച് തന്നെ അരുമനാഥൻ പിടിക്കുവാനും ഭയത്തോടെ, വിറയലോടെ, പേടിയോടെ കഴിഞ്ഞുകൂടിയ ജനത്തിന് മുമ്പിൽ തന്നെ ഇവൻ പ്രസംഗിക്കുവാൻ, സാക്ഷി പറയുവാൻ, ആരെക്കുറിച്ച്? യേശുവിനെക്കുറിച്ച് സാക്ഷി പറയുവാൻ അവൻ തീരുമാനിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സാക്ഷി എന്ന് പറയുന്നത് ഒരപാര സംഗതിയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു പ്രത്യേക കാര്യം, ഞാൻ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. ആരാധന എൻ്റെ ജന്മസിദ്ധവും, സാക്ഷ്യം എൻ്റെ കൂടപ്പിറപ്പും, പ്രത്യാശ എൻ്റെ മൗലിക അവകാശമായിരിക്കണം. ആരാധന എൻ്റെ ജന്മസിദ്ധവും, സാക്ഷ്യം എൻ്റെ കൂടപ്പിറപ്പും, പ്രത്യാശ എൻ്റെ മൗലിക അവകാശവും. അതാണ് സ്രഷ്ടാവിനുള്ള സ്നേഹം. സ്രഷ്ടാവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടി പൂർണ്ണമാകുകയുള്ളൂ. ഈ പൂർണ്ണതയുള്ള സൃഷ്ടിക്ക് മാത്രമേ അത്ഭുതങ്ങൾ കാണുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും കഴിയുകയുള്ളൂ. ഇവിടെ ഇതാ ഏറ്റവും വലിയവൻ പൗലോസ് യേശുവിനോടുകൂടെ കണ്ടും കേട്ടും ആ യേശുവിൽ നിന്ന് കിട്ടുന്ന വെളിപ്പാടുമായി താൻ ഏത് പട്ടണത്തിലാണ് കലക്കമുണ്ടാക്കിയത്, ആ പട്ടണത്തിൽ അവൻ സാക്ഷിയായി തീരുകയാണ്. കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ആ ദമസ്കോസിലുള്ള വിശ്വാസികൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഭയങ്കരമായി ചിരിയായിരിക്കാം, തമാശയായിരിക്കാം തോന്നുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേടി സ്വപ്നമായി പൗലോസിനെ കണ്ട, അല്ലെങ്കിൽ ശൗലിനെ കണ്ട ആ ദേശക്കാർ ഇപ്പോൾ സ്തോത്രം പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് ചില ആളുകൾ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമായിരിക്കും. എന്നാൽ അതിലൊത്തിരി സഹോദരന്മാർ അടർന്ന് വീഴുന്ന കണ്ണുനീരോടുകൂടെ സശ്രദ്ധം തൻ്റെ ആ ശൗലിൻ്റെ സാക്ഷ്യം ഭയഭക്തിയോടെ അവർ കേട്ടിരുന്നു. സ്തോത്രം. ഞങ്ങളിൽ ഒരു സഹോദരനും കൂടെ ഇപ്പോൾ പൗലോസ് ക്രിസ്തുവിൽ ഞങ്ങളുടെ സഹോദരനായി മാറിയിരിക്കുന്നു. നോക്കുക എൻ്റെ പ്രിയ ദൈവജനമേ, ഒരു മാനസാന്തരപ്പെടുമ്പോൾ ആ മാനസാന്തരപ്പെടുന്ന ശേഷം യേശുവിനെ അറിഞ്ഞ്
മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു സാക്ഷിയായി തീരുമ്പോൾ ആരെല്ലാം നമ്മെ അംഗീകരിക്കുന്നു? എത്ര കൊളരാത്ത വ്യക്തിയായിരുന്നാലും, സമൂഹത്തിലോ ദേശത്തിലോ ഭവനത്തിലോ വേണ്ടാത്തൊരു വ്യക്തിയായിരുന്നാലും, മാനസാന്തരമെന്ന് പറഞ്ഞ അപൂർവമായ ശക്തി പരിശുദ്ധാത്മാവിടെ ലഭ്യമാകുമ്പോൾ രക്ഷകനായ ക്രിസ്തുവിനെ അറിയുവാനും അറിയിക്കുവാനും എന്നെ ഒരു മൂർച്ചയുള്ള ആയുധമായി കർത്താവ് തിരഞ്ഞെടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ദമസ്കോസിൽ അത് സാക്ഷിയായി തീരുകയാണ്. കലക്കമുണ്ടാക്കിയ അതേ ദേശത്ത് ഭീഷണി മുഴക്കിക്കൊണ്ട് സഭകൾ ഉപദ്രവിച്ചതായ ആ സ്ഥലത്ത്, ആ സഭയിൽ തന്നെ ശൗല് സാക്ഷിയായി തീരുകയാണ്. അതിൻ്റെ 9-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിച്ചു കേട്ടു. വീണ്ടും ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. 21-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. കേട്ടവരെല്ലാം വിസ്മയിക്കുകയാണ്. വിസ്മയിക്കുവാൻ കാരണമുണ്ട്. കഴിഞ്ഞ നാൾ വരെ ഭീഷണിയും കൊലവിളിയും നടത്തുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ കാൽക്കൽ തന്നെ വന്നിരിക്കുന്നു. യേശുവിനെ കുറിച്ച് ഞങ്ങളെക്കാൾ വളരെ വിശേഷപ്പെട്ട രീതിയിൽ സാക്ഷി പറയുന്നു എന്ന സംഭവം കേൾക്കുമ്പോൾ ഏത് മനുഷ്യനാണ്, ഏത് വ്യക്തിയാണ് വിസ്മയിക്കാത്തത്? വിസ്മയത്തോടുകൂടെ അവർ ഉറ്റുനോക്കി. ഇവിടെ കേട്ടവരെല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചു കെട്ടി മഹാപുരുഷന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലോ വന്നതോ എന്ന് പറഞ്ഞു. അതിനല്ല വന്നിരിക്കുന്നത്. പിന്നെയോ നിങ്ങളോടൊപ്പം ഒരു എളിയ സഹോദരനായിട്ട്, നിങ്ങളോടൊപ്പം ദൈവമായുള്ള ആരാധനയും നിങ്ങളുടെ ദൈവമായുള്ള കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ എളിയവനായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിലിപ്പിയർ 1:24 ഇനി ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവും എന്ന തത്വവചനവുമായി ചിന്തയുമായി ആയിരിക്കണം എന്ന ഒരു ദൗത്യമായിട്ടാണ് പൗലോസ് വന്നിരിക്കുന്നത്. എവിടെയാണ്? നിങ്ങളുടെ അടുക്കൽ ദമസ്കോസിൽ വന്നിരിക്കുകയാണ്. അവിടെ അവൻ സാക്ഷി പറഞ്ഞു. അവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ വായിച്ചത് ഭാഗം വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ്. 20-ാം വാക്യം വായിക്കുമ്പോൾ, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. സ്തോത്രം. അന്ന് രാത്രി അനന്യാസിനോടൊപ്പം ശൗൽ ഒരു ക്രിസ്തീയ സമ്മേളനം, ഇതൊരു ക്രിസ്തീയ സമ്മേളനമാണ്. ഈ ക്രിസ്തീയ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുകയും ചെയ്തു എന്നുള്ള ഈ സദ്വർത്തമാനം ദേശം മുഴുവനും അറിഞ്ഞു. ജനം വിസ്മയിച്ചു. അത്രമാത്രം അത്ഭുതകരമായിരുന്നു ശൗലിൻ്റെ സാക്ഷ്യം. പ്രിയ ദൈവജനമേ, ഈ പൗലോസ് ദമസ്കോസിൽ വലിയൊരു സാക്ഷീകരണം നടത്തുകയാണ്. അനന്യാസിനോടൊപ്പം യേശു തന്നെ ദൈവപുത്രൻ എന്നവന് സാക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് നിങ്ങൾക്ക് ഒരു സാക്ഷിയായി തീരുവാൻ നിങ്ങൾ കഴിയുമോ? മറ്റാർക്കും വേണ്ടിയില്ല, യേശുവിന് വേണ്ടി ഒരു സാക്ഷിയായി തീരുവാൻ. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ഒന്ന്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണം. സാക്ഷിയില്ലാത്ത ജീവിതം ചത്തതിന് തുല്യമാണ്. സാക്ഷ്യമില്ലാത്ത ജീവിതം അന്ധകാര ശക്തി ഭരിക്കുന്ന ഒരു ഭവനമായി മാറും. സാക്ഷിയില്ലാത്ത ഒരു ജീവിതം പിശാചിൻ്റെ പടിപ്പുര പോലെയായി മാറും. സാക്ഷിയില്ലാത്ത ഒരു സഭ
പിശാചിൻ്റെ താവളമായി മാറും. സാക്ഷിയില്ലാത്ത സമൂഹം ദാരിദ്ര്യത്തിൻ്റെ പടും കുഴിയിലേക്ക് വീണു പോകും. ആകയാൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, എൻ്റെ പാപവും എൻ്റെ ഭാരവും മാറണമെങ്കിൽ, ഒന്ന്, ഞാൻ യേശുവിനെ അറിയുക. രണ്ട്, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി തീരുക. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ഭാവവും, അത് മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് തിരിയണമെങ്കിൽ, ഒന്ന്, യേശുവിനെ അറിയുക. രണ്ട്, അവൻ്റെ സാക്ഷിയായി തീരുക. ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ലഭിച്ചതായ, അത് ശൗലിന് ലഭിച്ചതായ ഒരു ജീവിതം, ശൗലിന് ലഭിച്ചതായ ആ മഹാസന്തോഷം എനിക്ക് ലഭിക്കുവാൻ, അവനെ, അത് ശൗലിനെ രൂപാന്തരപ്പെടുത്തിയതായ ദൈവമേ, എന്നെയും രൂപാന്തരപ്പെടുത്തണം എന്ന പ്രാർത്ഥന നിൻ്റെ ഹൃദയത്തിൻ്റെ അവബോധ മനസ്സെന്ന് പുറത്ത് വരികയാണെങ്കിൽ, നിൻ്റെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും മാറ്റി ഒരു പുതിയ സൃഷ്ടിയായി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ നിമിഷം കഴിയും, അതിന് യാതൊരു സംശയമില്ല. സ്തോത്രം. വാസ്തവത്തിൽ പൗലോസ് ഇങ്ങനെ ചെയ്യുവാനുള്ള ഏക കാരണം, ദൈവത്തിൽ നിന്ന് അതാരെന്ന് കേട്ടതോ ആരും കൊടുത്തതായോ ഒന്നുമല്ല, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ലഭിച്ചതായ സന്ദേശങ്ങളും വെളിപ്പാടുകളുമാണ്. ശിഷ്യന്മാരോട് തന്നെ കർത്താവായ യേശു പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 28-19 നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സാക്ഷ്യമായി എല്ലാവരോടും നിങ്ങൾ പ്രസംഗിക്കണം. സകല സൃഷ്ടിയോടും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കണം. ഞാനോ ലോക അവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അന്ന് യേശു പറഞ്ഞതായ ആ വാക്കുകൾ പൗലോസ് കേട്ടിട്ട് പോലുമില്ല. പകരം ദൈവജനത്തെ ഉപദ്രവിക്കാൻ ഇറങ്ങി തിരിച്ചതായ ശൗലിന് ദമസ്കോസിൻ്റെ പടിയിൽ വച്ച് അരുമനാഥനായ ദൈവം കയ്യോടെ പിടിച്ചു, അവനോട് സംസാരിച്ചു, അവനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താ അവനോട് പറഞ്ഞത്? ഒരു പാത്രമായി അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. ആ മഹനീയമായ ആ സദ്വർത്തമാനത്തിലൂടെ യേശുവിൻ്റെ സാക്ഷിയായി തീരുന്നത്, ഇതിലപ്പുറം ഭാഗ്യം വേറെയുണ്ടോ പ്രിയമുള്ളവരെ? ആ വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമയായി ശൗൽ എന്ന പൗലോസ് ഇന്ന് ലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം 15 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാൻ എന്നെക്കുറിച്ചല്ല, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, ഞാൻ അവനെക്കുറിച്ച് സാക്ഷി പറയുകയാണ്. സ്തോത്രം. ഞാൻ യേശുവിനെക്കുറിച്ച്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ മാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ അവന് വേണ്ടി വഴിയൊരുക്കാൻ വന്നവനത്രേ. തൻ്റെ ശിഷ്യന്മാരെ സ്നാനപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവായ യേശു യോർദാൻ്റെ തീരത്തിലൂടെ വരുമ്പോൾ ആ യേശുവിനെ നോക്കിയ സാക്ഷ്യം പറയുക യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സാക്ഷി പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, 1-ാം 8-ാം വായിക്കുമ്പോൾ, അരുമനാഥനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിട്ടുപിരിയുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തതിന് മുമ്പായിട്ട്, അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. സാക്ഷിയായി തീരണം. ക്രിസ്തുവിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊരു ചിന്തയും ഇവിടെയില്ല. ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സാക്ഷിയായിത്തീരുക. യേശുവിന് വേണ്ടി ഞാൻ സാക്ഷിയായിത്തീരുക. യേശുവിനായി തന്നെ
ജീവിക്കുക, യേശുവിനായി തന്നെ മരിക്കുക. പ്രിയ സ്നേഹിതരെ, ഒരു വലിയ സംഭവമാണ് ശൗലിൻ്റെ ജീവചരിത്രങ്ങൾ. ദമസ്കോസിൽ അവൻ സാക്ഷിയായി തൻ്റെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തിയതായ, തള്ളിക്കളഞ്ഞതായ തൻ്റെ ജനം ഇപ്പോൾ അവരിൽ ക്രിസ്തുവിൻ്റെ സഹോദരനായി അവരോടൊപ്പം പ്രാർത്ഥനയിലും സാക്ഷീകരണത്തിലും ആരാധനയിലും പങ്കാളിയായി തീരുക മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്തായി ഇപ്പോൾ ശൗൽ മാറിയിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, ഒരുപക്ഷെ ഈ വചനം, ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പലരും നിങ്ങളെ സ്നേഹിക്കുവാനോ നിങ്ങൾ ഉൾക്കൊള്ളുവാനോ നിങ്ങളുടെ വാക്കുകൾ വില കൽപ്പിക്കാൻ ആരുമില്ലായിരിക്കാം, ഒരു വ്യക്തി പോലും ഇല്ലായിരിക്കാം. പക്ഷേ സ്നേഹിത, നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സ് യേശുവിന് വേണ്ടി നീ കൊടുക്കുവാൻ തയ്യാറാണുവെങ്കിൽ, നിന്നെ ആട്ടിപ്പായിച്ചവരും നിന്നെ തകർക്കുവാൻ ശ്രമിച്ചവരും നിന്നെ ഒറ്റപ്പെടുത്തിയവരും നിന്നെ കൈക്കൊള്ളുവാൻ പോവുകയാണ്. കാരണം പൗലോസിൻ്റെ ദൈവം നിൻ്റെയും ദൈവമാണ്. പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയ ദൈവം നിന്നെ മാനസാന്തരപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പൗലോസിനെ രക്ഷിച്ചവൻ നിന്നെയും രക്ഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിനെ തിരഞ്ഞെടുത്ത ദൈവം നിന്നെയും തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. നീ അവനുള്ളവനാണ്, മറ്റാരുടെയുമല്ല. ഒരുവൻ ക്രിസ്തുവിലായ അവനൊരു പുതിയ സൃഷ്ടി എന്ന് പ്രഖ്യാപിച്ച ആ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം നിൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴമായി പതിയാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ സ്നേഹിത, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകടയ്ക്കാം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേട്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ നിരവധി വിഷയങ്ങളെ അരിമനാഥനായ ദൈവം, ശൗലിൻ്റെ ദൈവമായ കർത്താവ് കേട്ട് അവർക്ക് മറുപടിയും സൗഖ്യവും സമാധാനം അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് എൻ്റെ വചനം ശ്രവിക്കുവാനുള്ള കൃപ അവിടെ കൊടുക്കണം. സാക്ഷിയായി തീരുവാൻ നീ അവസരം ഒരുക്കി കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആമേൻ.